പണ്ട് ഈ നിക്കോദേമോസിന് ഈ അബദ്ധം പറ്റിയായിരുന്നു. അമ്മയ്ക്ക് പറ്റിയ അതേ അബദ്ധം നിക്കോദേമോസിന് വേദശാസ്ത്രിക്ക് പറ്റിയായിരുന്നു. വേദശാസ്ത്രി ചോദിച്ചു, പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. വായിച്ചേ, യോഹന്നാൻ 3:4. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? ഈശോ എന്താ ചോദിച്ചത്? ഈശോയുടെ മറുപടി എന്താ? യോഹന്നാൻ 3:10. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? അതാണ് സംഭവം. ഈ പ്രീസപ്പോസ് ചെയ്യണം, നിനക്കിത് അറിയേണ്ടതല്ലേ? അമ്മയോട് ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങളോട് ഇത് തന്നെ ചോദിക്കണത്, എന്നോട് ഇത് തന്നെ ചോദിക്കണത്. നീ ഇത്രയും നാളെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച ആളല്ലേ? പാവത്തങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുറേ നാൾ ധ്യാനമൊക്കെ കൂടി വരുമ്പോൾ ഈ ചോദ്യം വരും, എന്താണ്? നീ എത്രയോ വർഷങ്ങളായി വചനത്തിൽ എൻ്റെ കൂടെ നടക്കുന്ന അമ്മയോട് ചോദിച്ചത് എന്താ? അമ്മയോട് എന്താ ചോദിച്ചത്? ഇപ്പോൾ ഇവിടെ എന്താ ഈ നിക്കോദേമോസിനോട് ചോദിക്കണത് എന്താണ്? നീ ഇസ്രയേലിലെ ഗുരുവല്ലേ, ഉപദേഷ്ടാവല്ലേ? എന്താ ചോദിച്ചിരിക്കണത്? നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അതാണ് പറഞ്ഞത്. നീ ഇങ്ങനെ കുറേ ധ്യാനങ്ങളൊക്കെ കൂടിയില്ലേ, എന്നിട്ടും നിനക്കിത് മനസ്സിലാവണില്ല എന്ന്. അപ്പോൾ ഈ ധ്യാനങ്ങളൊക്കെ കൂടണം എന്തിനാണ്? രോഗശാന്തി പ്രാർത്ഥിക്കാനും കുടുംബകാര്യം നടക്കാനല്ല, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടണം എന്തിനാണ്? രോഗശാന്തി നേടാനും മകളെ കെട്ടിക്കാനും PR കിട്ടാനും അതൊന്നുമല്ല, അതിന് മാത്രമല്ല. എന്തിനാണ്? കുറേ കാര്യങ്ങൾ, ആത്മാവിക കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വായിച്ച ഭാഗം. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഈ മനസ്സിലായാൽ തന്നെ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കും. നീ എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടും നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നല്ലേ പല ആൾക്കാരും ചോദിക്കണത്. അത് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങളെ അനുഭവങ്ങൾ, അടയാളങ്ങൾ മാത്രം അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ്. ഈ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് നമുക്ക് മാത്രമല്ല, അമ്മയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ്, നീ ഞങ്ങളോട് എന്താണ് ഇങ്ങനെ. അതാ 2:48. അത് കഴിഞ്ഞ് ഈശോ പറഞ്ഞ ഉത്തരവ് എന്താന്ന് ചോദിക്കുക. 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതാണ് പ്രശ്നം. അമ്മ ഇത് അറിയേണ്ടതായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പിതാവിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ആധ്യാത്മികതയിൽ ഒരു വകുപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ വകുപ്പിന് സംവരണങ്ങളില്ല, സെക്യൂരിറ്റിയുമില്ല. ഈശോയുടെ കാര്യങ്ങൾക്കാണ് നമുക്ക് സംവരണങ്ങളും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയും നമുക്ക് കുറേ ദൈവാനുഗ്രഹങ്ങളും അതൊക്കെ തന്ന് നമ്മുടെ സാന്ത്വനവും ക്ഷമയൊക്കെ തന്നെ ഈശോയുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് അവസാനിക്കണത്. നമ്മൾ അറിയാമല്ല, നമ്മൾ ചെന്ന് അവസാനിക്കണത് എവിടെയാണ്? പിതാവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെന്ന് ജീവിതം അവസാനിക്കണം അവിടെയാണ്. അവിടുത്തെ കാര്യങ്ങൾ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കാരണം അവിടെ നമുക്ക് ഇതില്ല, സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. മൊത്തം നമ്മൾ തിരിച്ചടക്കണം, ഒരു സുഖവും കിട്ടത്തില്ല. അതാണ് ഫാദേഴ്സ് അഫെയർ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ അകത്ത് ഈശോയ്ക്കും രക്ഷപ്പെട്ടില്ല. ഈശോയും ആ പിതാവിൻ്റെ കാര്യം വന്നപ്പോൾ, അവസാനം വന്നപ്പോൾ അവിടെ ഭയങ്കര പേയ്മെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈശോക്ക് അടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പേയ്മെൻറ്റ് വന്നവിടെ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ തോതനുസരിച്ച്, കഴിവനുസരിച്ചാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ അവസാനിക്കുന്നത്, പിതാവേ അങ്ങനെ ഉപേക്ഷിച്ചത്. അതാണ് പിതാവിൻ്റെ കാര്യമാണത്. അപ്പം അവിടെ നമുക്ക് സബ്സിഡി ഇല്ല, ഗ്രാൻറ്റും ഇല്ല, ഒന്നുമില്ല. അത് നമ്മൾ പേയ്മെൻറ്റായിട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് വിശ്വാസം വരുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. അതാണ് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമല്ലാതെ ഇങ്ങോട്ടൊന്നും ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ നമ്മൾ പിതാവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 100 ജപമാല ചൊല്ലിയാലും 100 ജപമാലയ്ക്ക് നമ്മൾക്ക് റിട്ടേൺസ് ഒന്നുമില്ല, പലിശ പോലും അടയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഞങ്ങളെപ്പോഴും ബാങ്കിൽ കൊണ്ട് അടക്കുന്നുണ്ട്, പക്ഷെ അവരെല്ലാം അത് പലിശക്കാണ് പോകണമെന്നില്ലേ. അപ്പോൾ പലിശക്ക് എങ്കിലും പോകണ്ടല്ലോ. അത് ഈ പിതാവിൻ്റെ കാര്യത്തിൽ പലിശക്ക് പോലും പോകത്തില്ല. എന്താ കാര്യം? നമുക്ക് തരുന്ന നിത്യതയാണ്. നിത്യത നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം കിട്ടണതെല്ലാം അതിലേക്ക് ഫണ്ട് ചെയ്യുകയാണ്.
അതാണ് പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിത്യത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ദൈവം അതിൻ്റെ വില കൊടുത്തതാണ്. നിങ്ങൾക്കൊരു ഒരു ഒരു വസ്തുവിന് 1,00,000 രൂപ വിലയുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് നിങ്ങളുടെ കയ്യിൽ? അപ്പോൾ നമ്മുടെ കയ്യിൽ 1,00,000 രൂപ വിലയുള്ള വസ്തുവിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറഞ്ഞതൊരു 80,000 രൂപയെങ്കിലും വേണ്ടേ? 8 രൂപയാണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ ഈ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് കൊടുത്താലും നമുക്കത് റീഫണ്ടബിൾ അല്ല, അത് പലിശ പോലും അടയത്തില്ല അതുകൊണ്ട് തന്നെ ചില പ്രാർത്ഥനകൾ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ചില പ്രാർത്ഥനകൾ നിത്യനിക്ഷേപത്തിലേക്കാണ് പോണത്. അതിന് നമുക്ക് മറുപടി ഇല്ലാത്ത കുറേ പ്രാർത്ഥനകൾ ഉണ്ടാകും. അത് നിങ്ങൾ അറിയണം. നമ്മൾ ഏത് ഉടമ്പടി എടുത്താലും ഉടമ്പടിയുടെ മുത്തപ്പനെ എടുത്താലും ചില പ്രാർത്ഥന നിത്യനിക്ഷേപത്തിലേക്കാണ് പോകണം. പിതാവിൻ്റെ കാര്യമാണത്. പിതാവിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, എൻ്റെ നിത്യത, എൻ്റെ മക്കളെ നിങ്ങളും ഞാനും ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ജോസഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ ദൈവം ചെയ്തു തരും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത്രയും നാൾ ഞാൻ അങ്ങനെ തന്നെ ദൈവമായിട്ട് ജീവിച്ചിരിക്കണത്. ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ എൻ്റെ കാര്യമായാലും നിങ്ങളുടെ കാര്യമായാലും ദൈവം ചെയ്തു തരും. എൻ്റെ ഡൗട്ടില്ല. അല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് ഉടമ്പടി തന്നത്. ഉടമ്പടിയെക്കുറിച്ച് എനിക്കൊരു കുന്തം അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം സ്വർഗത്തിൻ്റെ പദ്ധതി പോലെ തന്നതുകൊണ്ട് ദൈവം തന്നതാണ്, ഇങ്ങോട്ട് തന്നതാണ്. അപ്പം അത്രയും ബന്ധം ദൈവമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. ചില കാര്യങ്ങൾ ദൈവം ചെയ്യേയില്ല. എന്താ കാര്യം? അത് നിത്യനിക്ഷേപത്തിലേക്ക് ആ ക്യാരി ഓവർ ചെയ്തിരിക്കണത്. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. ചില കാര്യം നടക്കാതിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നണം. എന്താ കാര്യം? നിത്യജീവന് വേണ്ടി എനിക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അതാണ് വിഷയം. ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും രജിസ്റ്റർ ആയിട്ടുണ്ടാകുന്നില്ലേ എന്ന്. മനസ്സിലായില്ലേ? ഭൂമി വെച്ച് തന്നെ നമുക്കറിയാൻ പറ്റും നിത്യതയിൽ നമ്മൾ പേര് രജിസ്റ്റർ ആയിട്ടുണ്ടാകുന്നു. എന്താ? രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിവിഡൻഡ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ വളരെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവദരിസന്നിധിയിൽ ഒരു മനുഷ്യൻ അഭയം പ്രാപിക്കണമെങ്കിൽ അവന് ആധ്യാത്മികത ഒരു നിത്യാഘോഷമായിരിക്കും. അല്ലാത്തവന് ആവലാതി മരണം വരെ ഇങ്ങനെ അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറഞ്ഞ് ഇളയെ ഒഴുക്കി കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്, ഞാൻ പള്ളിയിൽ പോയില്ല, ഇനി ഒരു ദൈവത്തിനെയും വിളിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ അത് വിളിക്കരുത്. ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ച ഒരു പെങ്കൊച്ച് വന്ന് അമ്മ പറഞ്ഞ് അവളിപ്പോൾ പള്ളിയിൽ പോകണില്ല, അവിടെ ഭർത്താവ് മരിച്ചത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, അവൾ പോകണ്ടെന്ന് പറഞ്ഞു. അവളെ പോയിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട കാര്യമില്ല. എടാ, ഈ ദൈവത്തിരുസന്നിധി വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് കൊട്ടയും പട്ടിയോടെ ഇറങ്ങിയിരിക്കണം. അങ്ങനെയല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. എന്തിനാണ്? ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. നിത്യത എന്താണെന്ന് എനിക്കറിയാം. ആർക്ക് കൊടുത്ത് മുതലാക്കാൻ പറ്റും നിത്യതയ്ക്ക് വേണ്ടി? ആർക്ക്? പിന്നെ എന്നിട്ട് പോലും നിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് എന്തൊരു നന്ദി പറയണം. എൻ്റെ മക്കളെ, കേൾക്കാത്ത പ്രാർത്ഥനയ്ക്കാണ് നന്ദി പറയേണ്ടത്, കേട്ട പ്രാർത്ഥനയ്ക്കല്ല. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുമ്പോഴാണ് നിൻ്റെ നിത്യതയെക്കുറിച്ച് നിനക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിക്ഷേപമാണെന്നുള്ള വലിയ ആത്മജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എൻ്റെ മക്കൾ നിത്യതയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതം ഈസിയാകും. കാര്യം എന്താണ്? ഈശോ പറഞ്ഞത് ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അത് നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ ഇത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഭാരപ്പെടും. നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രത്യേകം പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഗോഡ് ഇൻ്റർഫിയർ ഇൻ ഇറ്റ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിത്യത ഇത്രയും ഭയങ്കരമായ ഒരു നിസ്തുലമായ ചൈതന്യമായി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തതാണ്. അപ്പോൾ നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ആരാധിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ നിൻ്റെ കർത്താവിൻ്റെ മുൾക്കിടത്തെ നീ അംഗീകരിക്കുകയാണ് ചെയ്യണത്. നീ നിത്യതയെ സ്നേഹിക്കുമ്പോൾ നീ അവൻ്റെ തിരുവിലാലം മുറിവിലെ അഭയം പ്രാപിക്കുകയാണ് ചെയ്യണത്. ശ്രുതികട ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ്. അപ്പം അച്ഛനിലൂടെ ഈശോ പറഞ്ഞു, എൻ്റെ ദൈവ പൈതലെ, നിൻ്റെ പേര്
നിത്യതയെ കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭൂമി വെച്ചത് അറിയാൻ പറ്റും. എന്താണ്? നീ 10 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കും. എത്ര പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം കിട്ടത്തില്ല. അത് പിതാവിൻ്റെ അഫെയറാണത്, പിതാവിൻ്റെ കാര്യമാണത്, അല്ലേ? അത് നിത്യതയിൽ നിൻ്റെ പേര് അസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഭൂമി കിട്ടിയിരിക്കുന്ന അടയാളമാണ്. കൈയടിച്ച് ശ്രുതികട ഇതുപോലെ തന്നെ ഒരു വിഷയമാണ്, ദൈവം മഹത്വപ്പെട്ടെങ്കിലേ നമ്മൾക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പേര് നിത്യതയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. എന്താ കാര്യം? പിതാവിൻ്റെ അഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കയറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അതെന്താണ്? ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ. അത് നിത്യതയ്ക്ക് വേണ്ടി വകമാറ്റി ചിലവായിട്ടിരിക്കുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തിരിച്ചടവ് പോലും ആകത്തില്ല. അപ്പം അങ്ങനെ നിത്യമായിട്ട് പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് അത് നിത്യനിക്ഷേപത്തിലേക്ക് പോവുകയാണ്. ഇപ്പോഴെന്താ പറയണത്? ഇതുപോലെ തന്നെയാണ് ദൈവപൈതലെ, നീ കാരണം ദൈവം മഹത്വപ്പെട്ടെങ്കിൽ ഭൂമിയിൽ വെച്ച് നിനക്കറിയാൻ പറ്റും. അതെങ്ങനെ അറിയണം? ഇതൊക്കെ അറിയണ്ടേ? എന്താണ് സ്വർഗത്തിൽ നിന്നെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നീ ഭൂമിയിൽ അറിയണം. അപ്പോൾ നമ്മൾ കണ്ണ് കണ്ടുകൊണ്ട് യാത്ര ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പൂടി പോണ പോലെ ഇരിക്കും, തപ്പിത്തടഞ്ഞു പോകും. വിശ്വാസത്തിൽ തപ്പിത്തടത്തിലൊന്നും പാടില്ല, നേരെ കണ്ട് പോകണം. കുറേ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി പോകണ്ടേ? നിങ്ങളുടെ വീട്ടിൽ കുറേ വയസ്സായി കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 10-50 കൊല്ലമായിട്ട് ജീവിക്കുകയാണ്, കറണ്ട് പോയാൽ തന്നെ അവിടെ തന്നെ നിൽക്കുക? ഇല്ല. കറണ്ട് ഉള്ളതുപോലെ നിങ്ങൾക്കറിയാം ഓരോ സ്ഥലം എവിടെയാണ്, ഫ്രിഡ്ജ് എവിടെയാണ്, അല്ലേ? സ്വിച്ച് എവിടെയാണ്, എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമാണ്. എന്താ? കാണുന്നില്ല, പക്ഷേ കാണാപ്പാടമാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പരിചയം കൊണ്ടാണ്. അപ്പം കുറേ വിശ്വാസത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് കാണാപ്പാടമാകും. നമുക്ക് ഏത് കറണ്ട് പോയാലും ഇരുട്ടാണെങ്കിലും നമുക്ക് തപ്പിത്തടച്ചിലില്ല, നേരെ ചെന്നെടുത്തിട്ട് വരും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം മഹത്വപ്പെട്ടാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയണത്? അത് 2 കൊരിന്ത്യർ 1:20 വായിക്കണം. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഇത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അതിൻ്റെ സിംഗിൾ പാസ്വേഡാണ്. ദൈവത്തിന് 8855 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിലെ. ഇതെല്ലാം നമ്മുടെ ഈ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ആവശ്യമായ അനുധാരികൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് വാഗ്ദാനം പ്രാപിക്കണമെന്നതിൻ്റെ അർത്ഥം. ഈ സകല വാഗ്ദാനവും നമുക്ക് പ്രാപിക്കാൻ പറ്റും. എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ദൈവ മഹത്വത്തിന് അവൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ആമേൻ പറയണം. ഇപ്പം ഒരു നല്ല വിശ്വാസി ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ആമേൻ പറയാൻ പഠിക്കണം. അല്ല കാരിക്കൂവി ആമേൻ എന്ന് പറഞ്ഞാൽ പറയണവരല്ല. അപ്പം ആമേന് ശബ്ദമില്ല എന്നുള്ളതാണ് വിഷയം. ആമേൻ എന്ന സംഭവത്തിന് ശബ്ദമില്ലാതെ ആമേൻ പറഞ്ഞ ആളാണ് അമ്മ. അമ്മയുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ അതാണ് ആമേൻ എന്ന് പറയുന്നത്. നിൻ്റെ തിരുമനസ്സെന്നിൽ നിറവേറട്ടെ, ഫിയാത്ത്. നിശബ്ദ അമ്മ. അതിനാണ് വേറൊരു വാക്ക് പറയണത്. എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് ആമേൻ. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇത് തർക്കിക്കത്തില്ല, ബഹളം ഉണ്ടാകത്തില്ല. ഞാൻ സഹനദാസിയായി, അല്ലേ? പഴയ നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? സഹനദാസൻ. എന്തിൻ്റെ സ്വഭാവം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സഫറിങ് സെർവൻറ്റ്. എന്താണ് അത്? അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. തെരുവീഥികളിൽ അവൻ്റെ സ്വരം ആരും കേൾക്കുകയില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 12:18-19 തിരുവചനങ്ങൾ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും.
അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. പുകഞ്ഞ തിരി എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അത് എന്താ, നീതിയെ വിജയത്തിൽ എത്തിക്കുന്നവരെ തിരി കെടുത്തത്തില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിൽക്കും. ദൈവഹിതം നിറവേറ്റുന്നവരെ, നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതമാണ്. ദൈവഹിതം നിറവേറ്റുന്നവരെ വിശ്വാസത്തിൽ നിലനിൽക്കുമെന്നാണ് ഈ പറയണത്. അപ്പം ഇത് ഒരു പരിചരണമാണ്, ദൈവഹിത പ്രകാരമുള്ള ഒരു പരിചരണമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് അവിടെ പറയണ നിശബ്ദമായ ആമേനാ പറയേണ്ടത്. ചില കാര്യങ്ങൾക്ക് നിശബ്ദമായ ആമേൻ. അതിന് ബൈബിൾ എന്താ പറയണത്? 2:19, 2:52 ലൂക്കാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ആരുണ്ടാക്കിയ ആധ്യാത്മികതയെ? അമ്മയുടെ ആത്മാവിൽ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എൻ്റെ പേര് സിൻഡ്രല്ല ബിജു. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 1/3/2022 എനിക്ക് 42 വയസ്സ് ഏജ് ഓവറായ സമയത്ത് എനിക്കൊരു ജോലി, ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തോടെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. 3ാമത്തെ പുതുക്കലിന് എനിക്ക് ജോലി ലഭിച്ചു. ഞാനതിന് സാക്ഷ്യം പറഞ്ഞു. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ മാസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക്, ഇതിനു മുമ്പ് ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അയർലൻഡിൽ ഗവൺമെൻറ് ജോലി ലഭിച്ചു, അതിന് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കൂട്ടുകാരിയിൽ നിന്ന്, വൈപ്പിൻ സ്വദേശിനിയാണ്, അവരുടെ വീട് പണിയുടെ പൈസ 8 ലക്ഷം രൂപ ഞാനിവൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫറും അതേപോലെ ക്യാഷായിട്ടും പല ഘട്ടങ്ങളിലായിട്ട് കൊടുത്തു. 8 ലക്ഷം രൂപയോളം അവൾ ഏപ്രിൽ വാങ്ങി. മെയ്, ജൂൺ, ജൂലൈ 3 മാസങ്ങളിൽ കുറച്ച് പൈസ എനിക്ക് തന്നു. പക്ഷേ ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും ഇവൾ പൈസയൊന്നും വിടുന്നില്ല. അവർ എന്നെ വിളിച്ച്, അവർക്ക് അത്യാവശ്യമാണ്, പെരപണിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇവളെ വിളിച്ചിട്ട് ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പം ഞാൻ ഇവളുടെ ആങ്ങളെ, ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്, ആങ്ങളെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതേപോലെ വേറെ നമ്പറുണ്ടോ, എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കുട്ടി, അതായത് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കുട്ടി മിസ്സിങ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന് വെച്ചപ്പോൾ ഒരു വിസ തട്ടിപ്പ് കേസിൽ അയർലൻഡിലേക്ക് കുറേ പേര് 2020 മുതലുള്ളതാണെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ ആ സമയം ഞാൻ തകർന്നു പോയി. ഞാൻ ഇവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ സമയത്ത് ഈ 2024 ഓഗസ്റ്റ് മാസം 29-ാം തീയതി എനിക്ക് അക്കൗണ്ടിൽ ഫസ്റ്റ് ഹോൾഡ് വന്നു, 30,000 രൂപ ഹോൾഡായിട്ട്. അപ്പോൾ എൻ്റെ മോളുടെ LICയുടെ പൈസ വന്നിട്ട് ഞാൻ മോൾക്ക് എന്തെങ്കിലും, എൻ്റെ മോള് നഴ്സിങ്ങിന് ചെന്നൈയിൽ പഠിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അക്കൗണ്ടിൽ ഈ പൈസ ഉണ്ടായിരുന്നു, LICയുടെ പൈസ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹോൾഡ് 30,000 വന്നപ്പോൾ ഞാനാകെ എന്താണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ ഞാൻ സ്റ്റേഷനുകളിലോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പുമായി ഞാൻ പോയി. ആ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന പോലെ 30,000 രൂപ എനിക്ക് അക്കൗണ്ട് ഹോൾഡ് വന്നിട്ടുണ്ട്, എന്താണിതിന്? അപ്പോൾ അത് എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട പൈസ ആയിരിക്കും. അപ്പോൾ അത് 30,000 രൂപയല്ലേ, അത് ഹോൾഡായിട്ട് ഇരുന്നോട്ടെ, അത് കേസിൻ്റെ ഗതി അനുസരിച്ചിരിക്കും, നിങ്ങൾ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ പിന്നീട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹോൾഡ് എമൗണ്ട് കൂടി വരുന്നു. അത് 1.5 ലക്ഷത്തിൻ്റെ ഹോൾഡാവുന്നു. അപ്പോൾ കൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട് ഫ്രീസാവുന്നു, ഞാൻ ഈ വിട്ടുകൊടുത്തവരുടെ അക്കൗണ്ട് ഫ്രീസാവുന്നു, അവരുടെ ഹസ്ബൻഡിൻ്റെ ഫ്രീസാവുന്നു, അവർക്ക് ഹോട്ടലിൽ ജോലിക്കാറുണ്ട്, അവരുടെ ആകെ ഞാൻ എന്തെന്നില്ലാത്ത ടെൻഷനിലായി. കാരണം എന്താണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് കൂടി വരുന്നു, 30,000. എൻ്റെ LIC എമൗണ്ട് കംപ്ലീറ്റ് ഫ്രീസായി. ഞാനിത് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നോക്കി എനിക്ക് എന്താണ് സംഭവിച്ചത്. ഞാൻ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചെല്ലുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ, ഞാൻ വേഗം ഉടമ്പടി പത്രം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി ജീവിതം, അതായത് അതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. പുതുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇങ്ങനൊരു അപകടത്തിൽ പോയി പെടില്ലായിരുന്നു. ഞാൻ വേഗം കൃപാസനത്തിലേക്ക്, ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കൃപാസനത്തിലേക്ക് ഞാൻ വന്നു. ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. സെപ്റ്റംബർ മാസം, അതായത് ഓഗസ്റ്റിലാണ് 29-ന് ഫ്രീസ് തുടങ്ങുന്നത്, ഹോൾഡ് തുടങ്ങുന്നത്. സെപ്റ്റംബർ മാസം 7-ാം തീയതി വന്ന് ഞാനിവിടെ വന്ന് കരഞ്ഞുകൊണ്ട്, ഈ പ്രദേശത്ത് ഞാൻ നടന്നെല്ലാം കരഞ്ഞുകൊണ്ടാണ്. ഒരു വെളിവില്ലാതെ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ധൈര്യം ലഭിച്ച പോലെ ഞാൻ പിന്നെയും ഇങ്ങനെ ഇത് ഏതെങ്കിലും ഒരു നാൾ ഇത് ശരിയാവുമെന്ന് വിചാരിച്ച് ഞാൻ മുറിയിൽ ഇങ്ങനെ കിടന്നു ഇരുന്നും ഞാനങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് പിന്നെയും ഞാൻ പോയി, ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ എന്താണ്
യഥാർത്ഥ നടപടിക്രമമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എനിക്കൊന്ന് പറഞ്ഞു. അപ്പോൾ സൈബറിലേക്ക് എനിക്കൊരു നമ്പർ തന്നു. സൈബറിൽ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കുക, പരാതി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് അവിടെ നിന്ന്. വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ പരാതി കൊടുക്കാനാണ് ചെന്നത്. ഞാൻ പറഞ്ഞു സാറേ എനിക്കിതെന്ത് ചെയ്യണമെന്നറിയില്ല, എനിക്ക് ഒന്ന് ഹെൽപ്പായിട്ട് ഫസ്റ്റ് ടൈമെങ്കിലും ഇതെന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം ബാങ്കിലെ എല്ലാ പേപ്പേഴ്സും കളക്ട് ചെയ്യാൻ പറഞ്ഞു. എവിടെ നിന്നൊക്കെയാണ് ഹോൾഡ് അപ്പോൾ സ്റ്റേഷനുകൾ പല ജില്ലകളിലായിട്ടാണ്. ഇടുക്കി തന്നെ കട്ടപ്പന, തൊടുപുഴ, കൊല്ലത്ത് അഞ്ചൽ, പിന്നെ കൂത്താട്ടുകുളം, എനിക്കറിയില്ല ഏതെല്ലാം സ്റ്റേഷൻ. ഇപ്പോൾ പറഞ്ഞു ഇത്രയും സ്റ്റേഷനിൽ ഹോൾഡുള്ളൊരു അക്കൗണ്ട് 1-2 സ്റ്റേഷനിൽ കാണും. ഇങ്ങനെ ഒരു ആദ്യമാണ്. ഞാനത് കേട്ട് തകർന്നു പോയി. ഞാൻ ഉടനെ സ്റ്റേഷനിൽ, നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനിൽ ഞാൻ സാർ എൻ്റെ കൂടെ ഒന്ന് വരണം, എനിക്കിത് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് എൻ്റെയും ഭർത്താവിൻ്റെയും കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഈ കാശുരൂപം എൻ്റെ ഡ്രസ്സിലും പിൻ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് ചെന്ന് പറയുന്നത്. അപ്പോൾ സാറ് അത്ഭുതകരമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ത് ചെയ്യാം, നമുക്ക് പോവാം, നീ ഒരു ദിവസം നോക്കിയിട്ട്, എനിക്ക് സ്കൂളിൽ ജോലി ഉണ്ടല്ലോ, അപ്പോൾ ഞാനൊരു ലീവ് ഒരു ദിവസം നോക്കി പറയാം. ശനിയാഴ്ച ദിവസം എനിക്ക് മാതാവിൻ്റെ ദിവസം ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്. ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഇടയിൽ ബ്രേക്ക് വന്നെങ്കിലും ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആൾ. ഉടമ്പടി വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ കുർബാനയ്ക്ക് സ്ഥിരം പോകുന്ന ഒരാളായി മാറിയത്. അങ്ങനെ ഞാൻ കുർബാനയും നൊവേനയും ഹസ്ബൻഡിനെയും വിളിച്ച് ഈ ഉദ്യോഗസ്ഥനെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചെങ്കിലും വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എൻ്റെ കൂടെ വന്ന് കൂത്താട്ടുകുളം സ്റ്റേഷൻ എറണാകുളം ജില്ലയായതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നോട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അനങ്ങുന്നില്ല. അപ്പോൾ ഈ എൻ്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥൻ ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള ഒരു ലീവും കൂടെയാണ് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആൾക്ക് ഉച്ചയ്ക്കുമ്പോൾ പോകണം. ഞങ്ങൾ ഉച്ചയായപ്പോഴേക്കും ഇവർ വന്നിട്ട് പറഞ്ഞു ഇത് കേസ് ഇവിടെയല്ല, ഇത് പുത്തൻകുരിശാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ക്രൈം നമ്പറൊക്കെ എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഈ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയാണ്, നിനക്കറിയാമോ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ല, ഹിന്ദുവാണ്, പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് എൻ്റെ കയ്യിൽ എൻ്റെ ബലം, എൻ്റെ ഭാര്യയ്ക്ക് അസുഖമാണെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് ഓരോ ട്രീറ്റ്മെൻറ്റും പോകുന്നത്. ഞാൻ കാണിച്ചത് കൃപാസനത്തിൻ്റെ ലോക്കറ്റ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു സാറിനറിയാവോ, എൻ്റെ കൂടെ സാറിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് മാതാവാണ്. മാതാവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സാറിനെ കാണുകയോ ഇങ്ങനെ ചോദിക്കുകയോ വരികയോ ഒന്നും ഉണ്ടാവില്ല. പുത്തൻകുരിശി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒരു പരിചയഭാവം പോലും ഇതില്ല. നമ്മളേതോ അങ്ങനെയാണല്ലോ സ്റ്റേഷനിൽ നമ്മൾ ചെന്നാൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആദ്യം ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങളെന്താ അത് തെളിയേണ്ടി വരും, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാലും വിശ്വാസ പ്രമാണം ഞങ്ങൾ പോകുന്നില്ല. ഞാനും ഭർത്താവും വിശ്വാസ പ്രമാണം ചൊല്ലി. കാശുരൂപം എൻ്റെ കൂടെ ഉള്ളതായിരുന്നു എൻ്റെ ധൈര്യം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവർ അത്ഭുതകരമായിട്ട്, ഞാൻ വിശ്വാസ പ്രമാണവും പ്രതീക്ഷണത്തിന് സാക്ഷിയാക്കണം ഈ ജില്ലകളിലെല്ലാം ഞാൻ പോകുമ്പോൾ ഇതാണ് ഞാൻ ഉരുവിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്തയുണ്ടാവും. ഞാൻ അത് കൊന്തയും ചൊല്ലി ഈ പ്രതീക്ഷണത്തിന് സാക്ഷ്യം ഉയർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ ഇത് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ലെറ്റർ അടിച്ചുകൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നെ. അപ്പോൾ സാധാരണ അങ്ങനെ തരില്ലെന്നാണ് ഞാനും അറിഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ ലെറ്റർ അടിച്ചുകൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ സന്തോഷത്തോടെ പോയിക്കോ, എന്നിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു ബാങ്കിൽ. പക്ഷേ ഞങ്ങൾക്കറിയില്ല ഇത് കയ്യിലല്ല വാങ്ങിക്കേണ്ടത്, ബാങ്ക് ത്രൂ ഇമെയിലാണ് വിടേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇത് വാങ്ങി ബാങ്കിൽ കൊണ്ട് കൊടുത്ത് പറഞ്ഞു നിങ്ങളല്ല തരേണ്ടത്, ഇത് സ്റ്റേഷനിൽ നിന്ന് തരണമെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു നമ്പറാണ് പറഞ്ഞത്. ആ നമ്പർ FIR നമ്പറാണ്. നമ്മളുടെ ഇതിൽ ആ നമ്പർ ഈ സ്റ്റേഷനുമായിട്ട് യോജിക്കുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാകാതെ വന്നു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാത്ത നമ്പർ. അപ്പോൾ ഈ കൂത്താട്ടുകുളത്ത് സ്റ്റേഷനിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം ഈ നമ്പർ ഇങ്ങോട്ട് പുത്തൻകുരിശിൽ വിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അത് കിട്ടി, ഞങ്ങൾക്ക് അക്കൗണ്ടിൽ ഞങ്ങൾക്കത് ഗുണമായി മാറുള്ളൂ. അങ്ങനെ പിന്നെ സൈബറിൽ പോയി. സൈബറിൽ ഹസ്ബൻഡ് പോകുമ്പോഴും എല്ലാം ഞാൻ ഉപ്പും വിശ്വാസ പ്രമാണം ചിലപ്പോൾ ഹസ്ബൻഡാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിലെ ലോക്കറ്റ് ഹസ്ബൻഡിന് പിൻ ചെയ്ത് കൊടുക്കും. ഞാൻ കൂടെ പോകുന്ന അവസരങ്ങളിൽ ഞാൻ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ പല ഇതിലേക്ക് ഹസ്ബൻഡിൻ്റെയും അക്കൗണ്ട് ഫ്രീസായിരുന്നു. ഞാൻ ആ സെപ്റ്റംബർ മാസത്തിൽ അഖണ്ഡ ജപമാല റാലി ഒക്ടോബറിൽ വരുന്നതിന് ഞാൻ നേർച്ചയായിട്ട് ഞാനും ഹസ്ബൻഡും കൂടി അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുകൊള്ളാമെന്ന് നേർന്നു. ഞങ്ങൾ രണ്ടുപേരും അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുകൊണ്ടു. അതിൻ്റെ ശേഷം ഇവർ സ്റ്റേഷനിൽ തന്നെ മെയിലായിട്ട് ഈ നമ്പറോടുകൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് വിട്ടു. ഒരു 3 ലക്ഷം രൂപ അപ്പം തന്നെ ഫ്രീസിങ് മാറി. അപ്പോഴും പിന്നെയും 2-3 സ്റ്റേഷൻ കിടക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ ജപമാല റാലി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെത് ഫ്രീ ആയി. ഈ ഒരു പുത്തൻകുരിശിൽ മാത്രമേ ഹസ്ബൻഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ ഈ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത കൂട്ടുകാരിയുടെ ഒരുപാട് ജോലിക്കാരുടേത് ഫ്രീസിങ് ആയിരുന്നു. അവരെല്ലാവരും നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നവർ, അവർക്ക് ഒരു വിധത്തിലും ആ പൈസ നഷ്ടപ്പെട്ടിട്ട് അവരെല്ലാം അവരുടെ വീട്ടിൽ ഫ്രണ്ടിൽ അവർ വിളിക്കുമ്പോൾ എല്ലാം ഞാൻ പിന്നെയും ടെൻഷൻ ആയിക്കൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ വിശ്വസിച്ചത് എൻ്റെ മാതാവ്
മാതാവിനെയാണ്. മാതാവ് എനിക്ക് എന്നെ മുന്നോട്ട് നടത്തും, എനിക്കിതെല്ലാം ഫ്രീ ആക്കി തരും. എനിക്ക് ഈ ആൾക്കാരെ കയറി ഇതിന് സാക്ഷ്യം പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ ഫ്രീസിങ്, മറ്റുള്ളവരുടെ നിന്നും ഫ്രീസിങ് മാറി ആ പൈസ അവർക്കെല്ലാം എടുക്കാൻ സാധിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി ഞാൻ പുതുക്കിയതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി രാവിലെ എണീക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും, ഈ ഹസ്ബൻഡ് പോകുന്ന സമയങ്ങളിലൊക്കെ സൈബറിൽ പോകുമ്പോഴൊക്കെ ഞാൻ 2 തിരിയും കത്തിച്ച്, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് മുട്ടേന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൂടാതെ ഞങ്ങൾക്ക് ടീമായിട്ട് കുറച്ച് ടീച്ചേഴ്സ് അല്ലാതെയുള്ളവരുണ്ട്. 10-90 പേരുണ്ടെങ്കിലും 20 പേരോളം കൂടി ഇവിടെ നിന്ന് 10 ഉടമ്പടിക്കാരുണ്ടെങ്കിൽ ഒരു അഖണ്ഡ ജപമാല ബഹുമാനപ്പെട്ട ജോസഫച്ചൻ തൊടിയിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ മാസത്തിലൊരിക്കൽ സെക്കൻഡ് സാറ്റർഡേ ഏതെങ്കിലും ഒരു വീട്ടിൽ അഖണ്ഡ ജപമാല നടത്തും. ഈ അഖണ്ഡ ജപമാലയുടെ സമയം അപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അഖണ്ഡ ജപമാല പിന്നെയും, കാരണം എനിക്ക് ഒക്ടോബറിൽ ജപമാല റാലി കഴിഞ്ഞിട്ടും ഒരു സ്റ്റേഷനിൽ നിന്ന് ഫ്രീ കിട്ടിയിട്ടുള്ളൂ. ഞാൻ എന്നാലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപമാല പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ജപമാല വെച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് പോയി. എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ചെല്ലും, ഇവരുമായിട്ട് സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസം ചെല്ലും, ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ ചെല്ലും. എന്നിട്ട് ഞാൻ ഈ ജപമാല ഇവിടെ വെച്ച് അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ജപമാല വെച്ച സമയത്ത് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പോൾ സുഗന്ധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്, എൻ്റെ അക്കൗണ്ട് ഫ്രീ ആവും. ഞാനങ്ങനെ ഇവിടെ നിന്ന് ജപമാലയും കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചൽ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും യാത്രയിൽ ഞാൻ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അഞ്ചൽ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറും ഫസ്റ്റ് പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കണം എന്നാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ അപ്പോൾ ഞങ്ങൾ കൊടുത്തു, അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് ഇനി വാങ്ങിക്കേണ്ടി വരും, ഇത് ഇവിടുത്തെ പൈസയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഇതേപോലെ പോകുന്നില്ല തിരിച്ച്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നടക്കുന്ന വഴിയിലും സ്റ്റേഷനിലും അവരിയ്ക്കുന്ന കസേരയുടെ ചുറ്റും എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിടും. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു ഇല്ല കേട്ടോ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് നോക്കട്ടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു പേപ്പർ വിടാം, നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പേപ്പർ ഇവിടെ നിന്ന് വിട്ടോളാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സാറ് സാധാരണ നമ്മളാണ് അങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീട്ടിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലുന്നതിന് ആ ഒരു മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് ആ സാറെ എന്നെ തിരിച്ച് വിളിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീ ആയോ? ഞാൻ പറഞ്ഞു ഇല്ല. അല്ല ആകുമ്പോൾ പറയണം കേട്ടോ, നിങ്ങൾക്ക് പേപ്പർ ഞാൻ ബാങ്കിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്നെ ഇങ്ങോട്ടൊരു സാറ് വിളിക്കും. ഞാൻ ആദ്യത്തെ സ്റ്റേഷനിൽ എനിക്ക് ഒരുപാട് തവണത്തെ കോളം അങ്ങോട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് ഒരുപാട് ഓടേണ്ടി വന്നിട്ടുണ്ട്. 2ാമത്തെ സ്റ്റേഷനിൽ എനിക്ക് അവരുടെ മെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കട്ടപ്പനയിലേയും കൂടി തനിയെ പോയി. അപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ 2 സ്റ്റേഷനിലാണ് അവരുടേത് ഒരു നമ്പറിൽ എനിക്ക് മാറി കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ തൊടുപുഴ സ്റ്റേഷനായിരുന്നു. തൊടുപുഴയിൽ ഞാൻ പോയിട്ട് ഇതേപോലെ തന്നെ കുറേ നേരം ഞാൻ ഉപ്പുമായി കയ്യിൽ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഈ സാറുമാരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പ് വെള്ളമായിട്ടുണ്ടാവും, കാരണം ഉച്ചയായിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഇവരൊക്കെ വരിക. അപ്പോൾ നമ്മളെത്തുന്ന സമയം രാവിലെ എങ്ങനെയാണ് ഇവരെ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ എന്നാലും ഞാൻ പോരൂല ഇനി. അപ്പോൾ ഹസ്ബൻഡ് പറയും എനിക്കിന്ന് വരണ്ടെന്ന്. പക്ഷെ ഞാൻ പറയില്ല, എനിക്ക് തോന്നി എന്നെ മാതാവ് വിടും, എന്നെ മാതാവ്, കാരണം ഓരോ തവണയും എന്നോട് ഇങ്ങനെ കിടക്കരുതെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരുമ്പോഴാണ് ഞാൻ ചാടി എണീറ്റ് ഇല്ല ഇന്ന് പോകണമെന്നായിരിക്കും. ഹസ്ബൻഡോട് അന്ന് രാവിലെ ആയിരിക്കും ഞാൻ പറയും നമുക്ക് ഇന്ന് പോകണം. അപ്പോൾ ലീവ് വിളിച്ച് പുള്ളി പറയും ഞാൻ ശനിയാഴ്ച അങ്ങനെയുള്ള ഏതെങ്കിലും ദിവസം എനിക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളാണ് ഞാൻ അന്ന് പോകണമെന്ന് വിചാരിച്ച് അന്ന് അങ്ങോട്ട് പോവും. അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ കാണില്ല. പക്ഷെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ എല്ലാം ഉപ്പ് വിതറി, എൻ്റെ മേലെല്ലാം ഉപ്പായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ ആ ഉടമ്പടി കാശുരൂപം എൻ്റെ ശരീരത്തിലുള്ള ധൈര്യമാണ്. ഞാൻ അവിടെ ഇരുന്ന് പിന്നെ കൊന്ത ചെല്ലും. അങ്ങനെ ഉച്ചയാകുമ്പോൾ ഇവരെ കാണും. അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല എന്താണ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് അറിയണം, നിങ്ങൾക്കിതിൽ ബന്ധമില്ലെന്ന് അറിയണം. അപ്പം ഞാൻ അന്വേഷിച്ചോളൂ സാർ. ഞാൻ എന്നാലും എനിക്ക് ആ പേപ്പർ എൻ്റെ മോളുടെ LICയുടെ പൈസ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ പറഞ്ഞു വിട്ടു. തൊടുപുഴ ചെന്നിട്ട് പിന്നെയും അപ്പം ഞാൻ മാതാവിനോടൊന്ന് മാതാവേ എനിക്ക് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാണ്, എനിക്ക് ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയണം, അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിന്നെയും അവർ പിന്നെ 2 ദിവസം വിളിച്ച് പിന്നെ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് ഇവിടുത്തെ CI സാറ് പറഞ്ഞു. അങ്ങനെ ഞാൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു സാറില്ല, സാറ് തൃശ്ശൂരാണ്, സാറിനെ കാണണം. പിന്നെയും ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു എന്നെ എത്ര നടത്തിയാലും എനിക്കിത് കിട്ടും, എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫ്രീ ആവും എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരെ പിന്നെ 2ാമത് വിളിച്ച് ഇവരൊക്കെ സാറ് ഉച്ചയ്ക്ക് വന്നു. സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇറങ്ങുന്നില്ല ജീപ്പിൽ നിന്ന്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് വന്നില്ല, സാറ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഒരുപാട് ജീപ്പും ഒരുപാട് ഉദ്യോഗസ്ഥരുള്ളൊരു സ്ഥലമാണ് തൊടുപുഴ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഇരിക്കണ്ട, നമ്മൾ ആരും വന്ന് വിളിക്കില്ല, നമ്മൾ ആരോ ഇവിടെ വന്നിട്ടുണ്ട് ആ സാറെന്ന് തോന്നണു. ചെന്നപ്പോൾ ശരിയാണ്, അങ്ങനെ
ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് ഇങ്ങനെ. അപ്പം തന്നെ ഞാൻ ആ ജീപ്പിൻ്റെ ഇറങ്ങുന്ന പടിയിലൊക്കെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ ഇയാളുടെ ഇതുകൊണ്ട് സബ് ഇൻസ്പെക്ടറാണ്, പേര് പറഞ്ഞിട്ട് പറഞ്ഞു കണ്ടാൽ മതി, ഞാൻ അതിനുള്ള പേപ്പർ വർക്ക് ഇവിടുന്ന് ചെയ്തു തരും, നിങ്ങളങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് എൻ്റെ അക്കൗണ്ട് ഫ്രീ ആയി. ഞാൻ എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു. അതാണ് ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത് എൻ്റെ മോള് BSc നഴ്സിങ്ങിന് 4th ഇയർ പഠിക്കുവാണ്. അവൾ ചേർന്ന കാലം മുതലേ എനിക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി എപ്പോഴും പറയും. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവേ എൻ്റെ ഞാൻ നിയോഗമായി വെച്ചിട്ടുണ്ട്. എൻ്റെ മോൾ ഞാൻ അവൾ വന്ന് പോകുമ്പോഴേക്കും അവൾക്ക് ഉപ്പ് കൊടുത്തു വിടും. അവിടെ ചെന്നൈയിലാണ്, തമിഴ് പത്രം വാങ്ങി കൊടുത്തു വിടും, മലയാളികൾക്ക് മലയാളി പത്രവും വാങ്ങിക്കൊടുക്കും. അപ്പോൾ അവളെല്ലാവർക്കും വിതരണം ചെയ്യും. അവൾക്ക് മാതാവിന് വിശ്വാസമാണ്. കാരണം ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അവൾ തലേദിവസമൊക്കെ വിളിച്ചിട്ട് പറയും മമ്മി പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവൾ പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും റിസൾട്ട് വരുമ്പോൾ ഇവൾക്ക് ഭയങ്കര സ്കോറാണ്. ആ കോളേജിൽ തന്നെ 5th ടോപ്പിൽ വരെ എൻ്റെ മോളെത്തി. ഇപ്പോൾ 4th ഇയർ പഠിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഇതിന് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തിരുന്നത്, ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തും. ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞൊരു ടീമുണ്ടെന്ന്, അവരെല്ലാവരുമായിട്ട് പോയി 10-20,000 രൂപയോളം 15,000 രൂപയോളം ഞങ്ങൾ എല്ലായിടത്തു നിന്നും കോൺട്രിബ്യൂട്ട്. അതിൽ നിന്ന് ഞങ്ങൾ 100, 200, 500 അർഹതപ്പെട്ടവർക്ക് 1000 വരെയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് പോരും. പത്രം വിതരണം ചെയ്യും. ചില സമയം ഞായറാഴ്ചകൾ ഞാൻ ഇവിടെ രാവിലെ തന്നെ വന്ന് ഇവിടുന്ന് പത്രം വാങ്ങി ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ജനറൽ ആശുപത്രിയിലായിട്ടായിരിക്കും. കാരണം 4 മണിക്ക് അവിടെ ഏകദേശം എത്തിച്ചേർന്ന് നമുക്ക് ICU സന്ദർശിക്കാം. അവിടെ രോഗികളായി വേദന അനുഭവിച്ച് കിടക്കുന്നവർ ഞാൻ ഈ പത്രമായിട്ട് ചെല്ലുമ്പോൾ അതെനിക്ക് ഭയങ്കര ഞാൻ ഇത്രയും ഞാൻ തലക്ക് ഇതായിട്ട് നിൽക്കുന്ന ഈ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ രോഗികൾ വന്ന് ഒത്തിരി ഉപ്പിൻ്റെ മോള് വായിൽ വെച്ച് തരുമോ, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ. ഞാനപ്പോൾ ഈ മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കുമ്പോൾ അവർ വളരെ അത്ഭുതത്തോടുകൂടി ഞങ്ങളിങ്ങനെയല്ല, ഞങ്ങൾ ഉടമ്പടി മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടും. എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തി തന്നു. പല ജില്ലകളിലും എനിക്ക് വിടുതൽ തന്നു, എൻ്റെ അക്കൗണ്ട് ഫ്രീ ആക്കി. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഇന്ന് സിൻഡ്രല്ല ബിജു എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ വലിയ ഒരു ഭാരം തനിക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വളരെ ലഘുവായിട്ട്, അതായത് തൻ്റെ ജീവിതത്തിൽ പിന്നീട് അത് കൃപയായിട്ട് മാറിയത്. 4,11,000 രൂപ ഹോൾഡായിട്ട് അക്കൗണ്ട് ഫ്രീസായിപ്പോയി. തൻ്റെ അക്കൗണ്ട് മാത്രമല്ല, തൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട്. അതിൻ്റെ കാരണങ്ങൾ താനൊരു വ്യക്തിയെ സഹായിച്ചതാണെന്ന് പറയുന്നു. പിന്നീട് അത് ഓരോരോ ജില്ലകളിലായിട്ട് തൻ്റെ അക്കൗണ്ട് ഫ്രീസാകുന്ന ഓരോ അവസ്ഥ. ഇതൊന്നും ഈ മകൾക്കും അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക. ഇവിടെ അമ്മയുടെ തിരുനടയിൽ വന്ന് തൻ്റെ ഉടമ്പടി പുതുക്കുന്നു. തൻ്റെ ഉടമ്പടി പുതുക്കാതെ താൻ മുമ്പോട്ട് പോയ ദിവസങ്ങൾ പിന്നീടാണ് തനിക്ക് ഉടമ്പടിയെടുത്ത തൻ്റെ മകള് നഷ്ടപ്പെട്ടു പോകുവാൻ പരിശുദ്ധ അമ്മ അനുവദിക്കാതെ ഈ മകൾ പിന്നീടത് റെക്കഗ്നൈസ് ചെയ്യുന്നു. താൻ ഉടമ്പടിയിലല്ല, ഉടമ്പടി പുതുക്കി. പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൊണ്ട് താൻ പോകുന്ന വഴികളിൽ അമ്മ ഫയൽ ഏറ്റെടുക്കാൻ പിന്നീട് അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല. അമ്മ ഫയൽ ഏറ്റെടുത്ത് അമ്മ ആ ഫയലിൽ ഒപ്പിട്ടാൽ പിന്നീട് അമ്മയുടെ ഗ്രീൻ സിഗ്നേച്ചർ അമ്മ ഇട്ടാൽ പിന്നീട് അവിടെ ഈശോ മറുത്തൊന്നും പറയില്ല. അതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ പലപ്പോഴായി നമ്മോട് പങ്കുവയ്ക്കുക. അങ്ങനെ അമ്മയെ ഏൽപ്പിക്കാനായിട്ട് അമ്മ കാത്തിരിക്കുകയാണ്. അതാണ് ഉടമ്പടി പുതുക്കി പിന്നീട് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അഖണ്ഡ മഹാജപമാല റാലിയിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് പങ്കെടുക്കുന്നു. ഇവിടെ വന്ന് അഖണ്ഡ ജപമാല അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ വെഞ്ചരിച്ച് കൊടുത്തു വിടുന്നു. അത് തങ്ങളുടെ വീട്ടിൽ, അതായത് തങ്ങളായിരിക്കുന്ന ഒരു ഉടമ്പടി ഗ്രൂപ്പുണ്ട്, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെയൊക്കെ തങ്ങൾക്ക് കിട്ടിയ ധൈര്യം, ഓരോ പോലീസ് സ്റ്റേഷനിലും ചെല്ലുമ്പോൾ അവിടെ എത്രമാത്രം ബുദ്ധിമുട്ടുകളായിരുന്നു അനുഭവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഒന്നിലും നഷ്ടധൈര്യമാകുന്നില്ല. താനൊരു ഡിപ്രസീവ് മൂഡിലാണ് ഇവിടെ വന്നത്. തനിക്കൊരിക്കലും മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടി വരുമ്പോൾ
ഇതിലെ ഒത്തിരിയേറെ ആകുലതപ്പെട്ട് ഇവിടെ കടന്നു വന്നു. പിന്നീട് പരിശുദ്ധ അമ്മ തന്നെ ഉടമ്പടിയെടുത്ത ഒരു ഓഫീസറെ കൂടെ പറഞ്ഞു വിടുന്നു. ആ ഓഫീസർ ഉടമ്പടിക്ക് ആശീർവാദം കാണിക്കുന്നു. അങ്ങനെ ഇതൊന്നും കോയിൻസിഡൻസ് അല്ല. അതായത് കോയിൻസിഡൻസ് ആണ്, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് അത് യുക്തിയും ബുദ്ധിയും മാത്രമാണ്. എന്നാൽ വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു ദൈവ പൈതലിന് ദൈവപക്ഷം നിന്നുകൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ തനിക്ക് സാധിച്ചു കിട്ടി എന്നുള്ളത് ചിന്തിക്കാനായിട്ട് അധികം ബുദ്ധി വേണ്ട. അത് ദൈവം നൽകുന്ന കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ്. അങ്ങനെ തനിക്ക് നഷ്ടമാകാമായിരുന്ന അല്ലെങ്കിൽ ഒരിക്കലും തനിക്ക് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന പലതും ഒരു പോലീസ് സ്റ്റേഷനിലുമൊക്കെ എന്തെല്ലാമാണ് തങ്ങൾ അനുഭവിച്ചത്, അവരൊക്കെ പറഞ്ഞത് എന്താണ്? അത് ചിലയിടത്ത് 30,000 അല്ലേ വളരെ നിസ്സാരമായി തള്ളിയെങ്കിൽ മറ്റു ചിലയിടത്ത് ഇത് വർഷങ്ങൾ എടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നിനൊന്നിനെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ തൻ്റെ പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് താൻ നടത്തിയ ഈ ഒരു ഈശോയും അമ്മയുമായിട്ട് നടത്തിയ ഈ യാത്രയിൽ തൻ്റെ ജീവിതത്തിൻ്റെ യാതനകളുടെ നിമിഷങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി തനിക്ക് ഏറ്റവും ഉടനടി പരിഹാരമായി മാറിയത്. അതുപോലെ മകളുടെ BSc നേഴ്സിംഗ് പഠനം, അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ, ആ മകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മകളിപ്പോൾ ഏറ്റവും നന്നായിട്ട് തൻ്റെ പഠനം പുരോഗമിക്കുന്നു. കൃപാസന പത്രം താനിങ്ങനെ വിസിറ്റിന് പോകുമ്പോഴും പോലും ആ തൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ്, വിഷമത്തിലാണെങ്കിലും കൃപാസന പത്രം കൊണ്ട് നടന്നു കൊടുക്കുന്നു. അതുപോലെ ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ വാർഡൊക്കെ വിസിറ്റ് ചെയ്യുന്നു. അവിടെയൊക്കെ തങ്ങളുടെ ഉടമ്പടി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തങ്ങൾ സ്വരൂപിക്കുന്ന പൈസ അത് ഒരു വലിയ ബൾക്ക് എമൗണ്ടായിട്ട് പിന്നീട് മറ്റുള്ളവർക്കൊക്കെ അതെങ്ങനെയാണ് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ മകൾ ഉൾപ്പെട്ട ആ ഗ്രൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ആത്മീയ ജീവിതത്തിൽ തനിക്ക് വളരുവാനും വിശുദ്ധ കുർബാന, കുദാശ ജീവിതം, അതിൻ്റെ പ്രാധാന്യമൊക്കെ തനിക്ക് ഒന്നുകൂടി മനസ്സിലാക്കുവാൻ തൻ്റെ ഈ അഗ്നി പരീക്ഷണം തനിക്ക് അനുഭവവേദ്യമായി എന്നാണ് പറയുക. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം, അത് സ്വർണം ഉരുക്കിയെടുക്കുന്നത് അതിനേക്കാൾ മൂല്യമുള്ളതായിട്ട് പിന്നീട് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം കറയറ്റതായിട്ട് തീരുക. അത് ഏറ്റവും ദൈവാശ്രയ ബോധത്തിൽ വളരുവാനായിട്ട് ഇന്ന് ഈ കുടുംബത്തെ സഹായിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാട് 14:14 നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമുക്ക് മുൻപേ യുദ്ധം ചെയ്യുന്ന കർത്താവും നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ അമ്മയും ഉള്ളപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ കറയറ്റ വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ നാം മുന്നേറുമ്പോൾ നമുക്ക് മലകൾ പോലെ വരുന്നത് അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ദൈവം എടുത്തു മാറ്റും. അങ്ങനെ ഭാരച്ചുരുക്കം അനുഭവിച്ച് തനിക്കിന്ന് ഇവിടെ വന്ന് ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം.